ഇന്ന് നമ്മൾ ഫ്ലോയത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ്സിൽ കാണുന്ന ഫുഡ് കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണ് ഫ്ലോയം. അപ്പോൾ ഈ ലീവ്സിൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാവുന്ന മെറ്റബോളൈറ്റ്സിനെ മറ്റു ഭാഗങ്ങളിലേക്ക്, ഒന്നല്ലെങ്കിൽ റൂട്ടിലേക്ക്, അതല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലവറിലേക്കും ഫ്രൂട്ടിലേക്കും ഒക്കെ ആ മെറ്റബോളൈറ്റ്സിനെ എത്തിക്കുന്നത് ഫ്ലോയം വഴിയാണ്. ഫ്ലോയത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: പ്രൈമറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ബേസ്ഡ് ഓൺ ഒറിജിൻ. അപ്പം പ്രൈമറി ഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊകാമ്പിയത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്ലോയാണ്. പ്രൊകാമ്പിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്കുലർ ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെല്ലുകളാണ്. സെക്കൻഡറി ഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം വാസ്കുലാർ കാമ്പിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ഫെസിക്കുലാർ ആൻഡ് ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം കമ്പൈൻ ചെയ്തിട്ട് ഒരു വാസ്കുലാർ കാമ്പിയൽ റിംഗ് ഫോം ചെയ്യും. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലോയാണ് സെക്കൻഡറി ഫ്ലോയം. പ്രൈമറി ഫ്ലോയത്തിന് വീണ്ടും നമ്മൾ പ്രോട്ടോഫ്ലോയം, മെറ്റാഫ്ലോയം എന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രോട്ടോഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻ പാർട്ട് ഫസ്റ്റ് ഫോം ചെയ്യുന്ന, ഇപ്പോൾ ഒരു സീഡ്ലിംഗ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ പോലും അതിൽ നമുക്ക് ഫ്ലോയം കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പ്ലാന്റ് എമേർജ് ചെയ്യുമ്പം അതിൽ ഫോം ചെയ്യുന്ന ഫ്ലോയാണ് പ്രോട്ടോഫ്ലോയം. അപ്പോൾ ഈ പ്രോട്ടോഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഗ്രോത്ത് നടക്കുന്ന സമയത്തുള്ളതാണ്. ഇപ്പോൾ പ്ലാന്റ് പാർട്ട് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടോഫ്ലോയം എലമെൻസും ഇലോങ്ങേറ്റ് ചെയ്യും. അങ്ങനെ അത് കുറച്ച് കഴിയുമ്പം നോൺ ഫങ്ഷണലായിട്ട് മാറും. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് കണ്ടക്റ്റിംഗ് എന്നുള്ള ഫങ്ഷൻ പ്രോട്ടോഫ്ലോയം പെർഫോം ചെയ്യുന്നില്ല. ഇനി മെറ്റാഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സെക്കൻഡറി ഗ്രോത്ത്, ആ ഇലോങ്ങേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫോം ചെയ്യുന്നതാണ് മെറ്റാഫ്ലോയം. സോ അത് മാത്രമാണ്, അത് എപ്പോഴും ഫങ്ഷണലായിരിക്കും. ഈ മെറ്റാഫ്ലോയം എലമെൻറ്റ്സ് മാത്രമാണ് ഫുഡ് കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആയിട്ട് ഒരു അഡൽട്ട് പ്ലാന്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലോയത്തിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഫ്ലോയത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻറ്റേർണൽ ഫ്ലോയം. ഫ്ലോയം ഒക്യുപ്പൈസ് എ പൊസിഷൻ ഇൻറ്റേർണൽ ടു സൈലം. സൈലം എലമെൻറ്റ്സിന് താഴെയായിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ടു സൈലം എന്ന് പറഞ്ഞാൽ സൈലാണ് പെരിഫറിയോട് അടുത്ത് നിൽക്കുന്നുണ്ടാവുക. ഫ്ലോയം എന്ന് പറയുന്നത് പിത്തിനോട് ചേർന്നിട്ടാണ് കാണാൻ സാധിക്കുക. അതിനെയാണ് ഇൻറ്റേർണൽ ഫ്ലോയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എക്സ്റ്റേർണൽ ഫ്ലോയം. ഈ എക്സ്റ്റേർണൽ ഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേർണൽ ടു സൈലം, അതായത് പെരിഫറിയോട് അടുത്ത് കാണുന്ന ഇത് ഫ്ലോയം ആയിരിക്കും, സൈലം കാണുന്നത് പിത്തിനോട് ചേർന്നിട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ IPH എന്ന് കൊടുത്തിരിക്കുന്നത് ഇൻറ്റേർണൽ ഫ്ലോയാണ്, EPH എന്ന് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റേർണൽ ഫ്ലോയാണ്. അപ്പം ഇങ്ങനെ സൈലത്തിനോട് അസോസിയേറ്റ് ചെയ്ത്, സൈലത്തിൻ്റെ ഇടയിലല്ലാതെ ഒന്നില്ലെങ്കിൽ സൈലത്തിന് പുറത്തോ അല്ലെങ്കിൽ സൈലം കഴിഞ്ഞതിന് ശേഷമോ കാണുന്ന ഇൻറ്റേർണൽ ഫ്ലോയം അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫ്ലോയത്തിന് പറയുന്ന പേരാണ് ഇൻട്രാസൈലറി ഫ്ലോയം. ഇനി അതല്ലാതെ വേറൊരു ടൈപ്പ് ഉണ്ട്, ഇൻ്റർസൈലറി ഫ്ലോയം, അതല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ഫ്ലോയം. ദ ഫ്ലോയം വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ സൈലം. അപ്പോൾ ഈ ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ സൈലത്തിൻ്റെ ഇടയിലായിട്ട് ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ആയിട്ട് ഫ്ലോയും സൈലും കാണാം ആദ്യത്തെ പിക്ചറിൽ. രണ്ടാമത്തെ ഇമേജിൽ ഫ്ലോയം പാച്ചുകളായിട്ടാണ് സൈലത്തിൻ്റെ ഇടയിൽ, സെക്കൻഡറി സൈലത്തിൻ്റെ ഇടയിൽ പാച്ചസ് ആയിട്ട് ഫ്ലോയത്തിനെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന ഫ്ലോയത്തിനെ നമ്മൾ ഇൻക്ലൂഡഡ് ഫ്ലോയം അല്ലെങ്കിൽ ഇൻ്റർസൈലറി ഫ്ലോയം എന്നാണ് പറയുക. ഒരു ഫ്ലോയം ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ 4 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസാണ് ഉള്ളത്: സീവ് എലമെൻറ്റ്, കമ്പാനിയൻ സെൽ, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. ആദ്യത്തത് സീവ് എലമെൻറ്റ്. ഇപ്പോൾ സീവ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പാണ്. സീവ് സെൽസും ഉണ്ട്, സീവ് ട്യൂബ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സീവ് ട്യൂബ് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ സീവ് സെൽസ് എന്ന് പറയുന്നത് ജിംനോസ്പേം, ഫേൺസ്, ഹോസ്റ്റെയിൽസ്, ഇതിലെല്ലാം കാണുന്നത് സീവ് സെൽസാണ്. ആൻജിയോസ്പേമിൽ കാണുന്നതാണ് സീവ് ട്യൂബ് മെമ്പേഴ്സ് ഓർ സീവ് ട്യൂബ് എലമെൻറ്റ്സ്. സോ ഇവിടെ ഈ ഫ്ലോയം നോക്കുമ്പോൾ ഫ്ലോയം ടിഷ്യൂവിൽ ഫുഡ് കണ്ടക്റ്റിംഗ് സെൽ എന്ന് പറയുന്നത് സീവ് എലമെൻ്റ് ആണ്. സീവ് എലമെൻറ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള
സെല്ലാണ്. ഈ സീവ് എലമെൻറ്റിന് സീവ് എന്നൊരു പേര് വരാൻ കാരണം, സീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അരിപ്പയാണ് പറയുന്നത് സീവ് എന്ന്. അപ്പോൾ അരിപ്പയിൽ എന്താ നിറയെ ഹോളുണ്ട് അല്ലേ. അതേപോലെ ഈ സീവ് എലമെൻറ്റിൻ്റെ വാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിറയെ പോഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സീവ് എലമെൻറ്റ്, ആ സീവ് എന്നുള്ള ഒരു ടേം നെയിമായിട്ട് വന്നിട്ടുള്ളത്. ഈ സീവ് സെൽസും സീവ് ട്യൂബ് മെമ്പേഴ്സിൻ്റെയും ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം സീവ് ട്യൂബ് മെമ്പേഴ്സ്. സീവ് ട്യൂബ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലോങ് ആയിട്ട് ട്യൂബുലാർ ആയിട്ടുള്ള സെല്ലാണ്, ഈ കാണുന്ന പോലെ. ഓക്കെ, അപ്പം ഇത് ലിവിങ് ആയിട്ടുള്ള സെല്ലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെരിഫറൽ സൈറ്റോപ്ലാസം ആൻഡ് ലാർജ് വാക്യൂൾ. സെല്ല് നോക്കുകയാണെങ്കിൽ വലിയൊരു വാക്യൂൾ കാണും. പെരിഫറിയിലാണ് സൈറ്റോപ്ലാസം ഉള്ളത്. അതിൽ ഓർഗനൽസ് ഒന്നുമില്ല. ലിവിങ് ആണ്, പക്ഷേ ഓർഗനൽസ് ഒന്നുമില്ല, ന്യൂക്ലിയസ് പോലുമില്ല. അപ്പം സാധാരണ എക്സാമിന്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് നോൺ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ലിവിങ് സെൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അത് സീവ് ട്യൂബ് മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പം ഓർഗനലൊന്നുമില്ല, ലിവിങ് ആയിട്ടുള്ള സെല്ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സീവ് എന്ന പേര് വന്നത് എങ്ങനെയാണ്? വാളിൽ സീവ് ഏരിയാസ് ഉണ്ട്, എന്നുവെച്ചാൽ നിറയെ പോഴ്സ് കാണുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയനെ പറയുന്ന പേരാണ് സീവ് പ്ലേറ്റ്. സീവ് പ്ലേറ്റ്. അപ്പം സീവ് പ്ലേറ്റ് 2 ടൈപ്പാണ് ഉള്ളത്. സിമ്പിൾ സീവ് പ്ലേറ്റും കോമ്പൗണ്ട് സീവ് പ്ലേറ്റും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. സിമ്പിൾ സീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ പിക്ചറിൽ നോക്കുക, അതിൽ കുറച്ച് വിത്തിൽ കാണിച്ചിരിക്കുന്നത് സിമ്പിൾ സീവ് പ്ലേറ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി എ സിംഗിൾ സീവ് ഏരിയ. ഒറ്റ വലിയ ഒരു സീവ് ഏരിയ, അത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് സീവ് പ്ലേറ്റ് ആണ്. അപ്പം അവിടെ ഒന്നിൽ കൂടുതൽ സീവ് ഏരിയ ഉണ്ട്. സോ ഈ സീവ് പ്ലേറ്റ് അല്ലെങ്കിൽ സീവ് ഏരിയ കാണുന്നത് എൻവോളിലായിരിക്കും. ഒരു നമ്മൾ ട്രക്കീഡ്സൊക്കെ പഠിച്ചപ്പം അതിലുണ്ടായിരുന്നു എന്താ, ഒരു ട്രക്കീഡ് മറ്റൊരു ട്രക്കീഡായിട്ട് കണക്ട് ചെയ്യുന്നത് പിറ്റ് വഴിയാണ്. വെസലാണെന്നുണ്ടെങ്കിൽ പെർഫറേഷൻ പ്ലേറ്റ് വഴിയാണ്. അതേപോലെ സീവ് എലമെൻറ്റ്സും എൻഡ് ടു എൻഡ് അറേഞ്ച്മെൻ്റാണ് കാണിക്കുന്നത്. അപ്പം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സീവ് ഏരിയയിൽ കൂടിയാണ്. അപ്പം ഒരു സീവ് ട്യൂബ് എലമെൻറ്റിന് മുകളിൽ മറ്റൊരു സീവ് ട്യൂബ് എലമെൻറ്റ് അങ്ങനെ അറേഞ്ച് ചെയ്ത് അതിന് ഒരു സീവ് ട്യൂബ് എന്നാണ് പറയുക, ആ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ. ഇനി ഈ സീവ് ട്യൂബ് എലമെൻറ്റ്സിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് പി പ്രോട്ടീൻ, അല്ലെങ്കിൽ ഫ്ലോയം പ്രോട്ടീൻ. അതിൻ്റെ കൂടെ തന്നെ സ്ലൈമും ഉണ്ടായിരിക്കും. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സീവ് ട്യൂബ് മെമ്പറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വൈറസ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു എന്നുണ്ടെങ്കിൽ, അത് മറ്റ് സീവ് ട്യൂബ് മെമ്പേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പി പ്രോട്ടീനും സ്ലൈമും കൂടെ വന്ന് സീവ് പോറിൽ എക്യുമുലേറ്റ് ചെയ്യും. അതിന് സീൽ ചെയ്യുന്ന പോലെ. അങ്ങനെ എക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഒരു സബ്സ്റ്റൻസ്, ഒരു ജെലാറ്റിനസ് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അതിനെയാണ് സ്ലൈം പ്ലഗ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു സീവ് ട്യൂബ് മെമ്പറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ മറ്റുള്ളതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി സീവ് ഏരിയനെ സീൽ ചെയ്യുന്നതാണ് ഈ സ്ലൈം പ്ലഗിൻ്റെ ഫങ്ഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു സീവ് ട്യൂബ് മെമ്പേഴ്സിൽ ലിവിങ് ആണ്, പക്ഷേ ഓർഗനൽസ് ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഓർഗനൽ ഒന്നും ഇല്ലെങ്കിലും അത് ലിവിങ് ആയിട്ട്, ലിവിങ് കണ്ടീഷനിൽ അത് സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് വേണം അല്ലേ. അതിനാവശ്യമുള്ള മെറ്റബോളൈറ്റ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ് കമ്പാനിയൻ സെൽസ്. കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽസാണ്. അങ്ങനെ സീവ് ട്യൂബ് എലമെൻറ്റും അതിന് അസോസിയേറ്റഡ് ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കമ്പാനിയൻ സെല്ലും ഒരുമിച്ച് ഒരു കോംപ്ലക്സ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുക. അതിന് പറയുന്ന പേരാണ് സീവ് ട്യൂബ് കമ്പാനിയൻ സെൽ കോംപ്ലക്സ് ഓർ സീവ് എലമെൻറ്റ് കമ്പാനിയൻ സെൽ കോംപ്ലക്സ്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് സീവ് ട്യൂബാണ്. അതിൻ്റെ അടുത്ത് ഒരു ക്രീം കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കമ്പാനിയൻ സെൽ. ഓരോ സീവ് ട്യൂബ് മെമ്പറിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കമ്പാനിയൻ സെൽ ഉണ്ടായിരിക്കും. ആ കമ്പാനിയൻ സെല്ലിലാണ് ഈ സീവ് ട്യൂബ് മെമ്പറിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ മെറ്റബോളിക്
മെറ്റബോളിസം നടക്കുന്നത് ഈ കമ്പാനിയൻ സെല്ലിലാണ്. എന്ന് വെച്ചാൽ കമ്പാനിയൻ സെല്ല് ഒരു പാരൻകൈമ സെല്ലാണല്ലോ. അപ്പോൾ ഒരു നോർമൽ പാരൻകൈമ സെല്ലിലുള്ള എല്ലാ കമ്പോണൻസും കമ്പാനിയൻ സെല്ലിൽ ഉണ്ടായിരിക്കും. കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബ് മെമ്പേഴ്സും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ്. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ്, രണ്ട് സെല്ലുകളുടെ ഇടയിലുള്ള സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ്. അപ്പോൾ അതിൽ കൂടെയാണ് ഈ സീവ് ട്യൂബ് മെമ്പറിന് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ട് എല്ലാ മെറ്റബോളൈറ്റ്സും കമ്പാനിയൻ സെല്ലിൽ നിന്ന് പാസ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി സീവ് ട്യൂബ് മെമ്പറിനെ കൺട്രോൾ ചെയ്യുന്നത് കമ്പാനിയൻ സെല്ലാണ് എന്ന് പറയാം. കമ്പാനിയൻ സെല്ലത്തെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബ് മെമ്പേഴ്സും ആക്ച്വലി ഒരൊറ്റ മദർ സെല്ലിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒരു മദർ സെൽ ഈ ഡയഗ്രാമത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു മദർ സെൽ രണ്ടോഗോസ് അൺഈക്വൽ ഡിവിഷൻ, കൃത്യമായിട്ട് നേർപകുതിയായിട്ടല്ല ഡിവൈഡ് ചെയ്യുക. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും ഫോം ചെയ്യും. അതിൽ ലാർജ് ഡോട്ടർ സെല്ലാണ് സീവ് ട്യൂബ് എലമെൻ്റായിട്ട് മാറുന്നത്. സ്മോൾ വൺ ബിക്കം കമ്പാനിയൻ സെൽ. ഇനി അപ്പോൾ ഇതാണ് സീവ് ട്യൂബ് എലമെൻറ്റ്. ഇനി ഇത് ആൻജിയോസ്പോമിൽ കാണുന്നത്. ഇനി നമുക്ക് ജിംനോസ്പോമിലും ബാക്കി പ്ലാന്റ് ഗ്രൂപ്പ്സിലും കാണുന്ന സീവ് ട്യൂബ് മെമ്പറിന് അനലോഗസ് ആയിട്ട് കാണുന്നതാണ് സീവ് സെൽ. അപ്പം സീവ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇലോങ്ങേറ്റഡ് ആണ്, ടേപ്പറിങ് എൻവോൾവ്സ് ആണ് കാണിക്കുക. അതിൽ സീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ലാക്സ് സീവ് പ്ലേറ്റ്, പി പ്രോട്ടീൻ ആൻഡ് കമ്പാനിയൻ സെൽ. കമ്പാനിയൻ സെൽ ഉണ്ടാവില്ല, പക്ഷേ കമ്പാനിയൻ സെല്ലിന് അനലോഗസ് ആയിട്ടുള്ള ആൽബുമിനസ് സെല്ല് ഉണ്ടായിരിക്കും. ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ സെല്ലിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ആൽബുമിനസ് സെൽ അല്ലെങ്കിൽ സ്ട്രാസ്ബർഗർ സെൽ. ഈ ആൽബുമിനസ് സെല്ലും സീവ് പ്ലേറ്റ് സെല്ലും ഒരു മദർ സെല്ലിൽ തന്നെയാണ് ഫോം ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സീവ് ട്യൂബ് മെമ്പറും കമ്പാനിയൻ സെല്ലും ഒറ്റ മദർ സെല്ലിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ സീവ് സെല്ലും സ്ട്രാസ്ബർഗർ അല്ലെങ്കിൽ ആൽബുമിനസ് സെൽ അങ്ങനെ ഒരു മദർ സെല്ലിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്നത് ആവണമെന്നില്ല. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ സീവ് എലമെൻറ്റ്സും കമ്പാനിയൻ സെല്ലും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഫ്ലോയം പാരൻകൈമ സെൽസാണ്. പാരൻകൈമ സെൽ എന്ന് പറയുന്നത് നമ്മൾ സൈലം പാരൻകൈമ കണ്ട പോലെ തന്നെ ആണ്. ഇപ്പോൾ പ്രൈമറി ഫ്ലോയത്തിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പാരൻകൈമ സെൽ എന്ന് പറയുമ്പം സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ടാനിൻ, സ്റ്റാർച്ച്, ക്രിസ്റ്റൽ പോലെയുള്ള സബ്സ്റ്റൻസൊക്കെ സ്റ്റോർ ചെയ്യും. സെക്കൻഡറി ഫ്ലോയം പാരൻകൈമയിൽ ആക്സിയൽ പാരൻകൈമയുണ്ട്, റേ പാരൻകൈമയുണ്ട്. ആക്സിയൽ പാരൻകൈമ സ്റ്റോറേജും റേ പാരൻകൈമ ലാറ്ററൽ കണ്ടക്ഷനും തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് ഫ്ലോയം ഫൈബേഴ്സ്. ഫ്ലോയം ഫൈബേഴ്സ് നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് ഡിസ്കസ് ചെയ്ത് പൈസ് ക്ലിയറൻകൈമയുടെ ഡിവിഷനായിട്ട് വരുന്നുണ്ട് ഫൈബേഴ്സ്, അതിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത ഒരു ടെർമിനോളജിയാണ് ട്രാൻസ്ഫർ സെൽസ്. ഈ ട്രാൻസ്ഫർ സെൽസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരൻകൈമ സെൽസ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ വാൾ ഇൻഗ്രോത്ത്സ് കാണാം. ഇപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിലൊക്കെ ക്രിസ്റ്റേ നമ്മൾ പറയാറുണ്ടല്ലോ, അതേപോലെ ഒരു ഇങ്ങനെ ഇൻഗ്രോത്ത് കാണാൻ സാധിക്കും. ഈ ഇൻഗ്രോത്ത് പ്രൈമറി വാളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രോത്തിനെ സ്പെഷ്യലൈസ്ഡ് സെക്കൻഡറി വാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ട്രാൻസ്ഫർ സെൽസിൻ്റെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോയം സൊല്യൂട്ട് അല്ലെങ്കിൽ ഷുഗറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഫ്ലോയം യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ സെല്ലും ഇതേപോലെ സൊല്യൂട്ട് അല്ലെങ്കിൽ ഷുഗറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഷോർട്ട് ഡിസ്റ്റൻസ്, വളരെ ചെറിയ ഡിസ്റ്റൻസിൽ ഈ മെറ്റബോളൈറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ സെൽസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി ഫ്ലോയും കഴിഞ്ഞു, കോംപ്ലക്സ് ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ കോംപ്ലക്സ് ടിഷ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. എല്ലാവരും അത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.